ഇതാ രാവിലത്തെ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഛർദ്ദിക്കാണ്ടിരിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് കട്ടൻ ചായ കുറച്ച് ശേഷം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 പാത്രത്തിലായിട്ടാണ് ഫുഡ് ഇരിക്കണം. വേറെ ഒന്നുമല്ല, ഏട്ടന് പുട്ടാണ് ഇഷ്ടം, ദോശയൊന്നും വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അമ്മ ഏട്ടന് വേണ്ടി ഗോതമ്പ് പുട്ടും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ദോശയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി. ഗോതമ്പ് പുട്ട് എനിക്ക് അത്ര ഇഷ്ടമല്ല, അരിപ്പുട്ടാണ് ഇഷ്ടം. പിന്നെ എനിക്കതിനെക്കാട്ടും ഇഷ്ടം ദോശയും ചിക്കൻ കറി ആയതുകൊണ്ട് എനിക്ക് വേണ്ടി അമ്മ ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിട്ട് അപ്പോൾ ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ആവി പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആവി പിടിക്കുന്ന സംഭവം ഉണ്ടായിരുന്നില്ല നമ്മുടെ വീട്ടിലപ്പോൾ തറവാട്ടിൽ പോയി വാങ്ങി. എന്നിട്ട് എനിക്ക് വലിയ താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ മുഖം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പൊള്ളണ പോലെയൊക്കെ തോന്നുന്നു കേട്ടോ. ഏട്ടനാണ് കൂടുതൽ ആവി പിടിച്ച് തരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളൊരു കുളിയൊക്കെ കഴിഞ്ഞു പോയി കുളിച്ചിട്ടൊക്കെ എന്നിട്ട് ഞങ്ങൾ ഇന്ന് വിചാരിച്ചു വെറൈറ്റിക്ക് സിറ്റൗട്ടിലിരുന്ന് ഫുഡ് കഴിക്കാമെന്ന് കേട്ടോ. എന്താ വെച്ചാൽ സാധാരണ നമ്മൾ ടേബിളിലിരുന്നല്ല കഴിക്കാറ്, അപ്പോൾ നമ്മൾ രണ്ടാളും മാത്രമാകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മൂകതയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് പുറത്തിരുന്ന് കഴിക്കുമ്പോൾ വേറൊരു രസമല്ല. അപ്പോൾ ഏട്ടൻ്റെ കയ്യിൽ പോയിട്ട് ഫാനൊക്കെ ഇട്ടിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഏട്ടന് നല്ല ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏട്ടന് കറികളൊന്നും വേണ്ട പറഞ്ഞു. ചിക്കൻ കറിയും പരിപ്പ് കൂട്ടാനൊക്കെ ഉണ്ടായി, എന്നാലും ഏട്ടൻ അച്ചാറും സലാഡൊക്കെ കൂട്ടിയിട്ട് കഴിക്കണുള്ളൂ കേട്ടോ. ഞാൻ പിന്നെ പരിപ്പ് കൂട്ടാനൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കാൻ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ദാ നമ്മുടെ ഡാമ ലൈഫൊക്കെ കുറച്ചൊക്കെ എടുത്തുള്ളൂ കേട്ടോ. അധികമൊന്നും എടുത്തില്ല. ഫുഡ് കഴിക്കണത് ഇങ്ങനെ കുറച്ചൊക്കെ എടുത്തു അല്ലേ, സംസാരിച്ചെടുക്കാനുള്ള ഒരു ഇതുണ്ടായില്ല. ഇതന്നെ പ്രശ്നം കണ്ടില്ലേ, ഒരു വീഡിയോ എടുക്കുമ്പോ അപ്പൊ ചുമ തുടങ്ങി. ഏട്ടന് ഇപ്പൊ ഭയങ്കര ചുമയാണ്, അത് മാറിയിട്ടില്ല. ഇപ്പൊ നമ്മൾക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു കമന്റ് വന്നിട്ടുണ്ടായി വയ്യ വയ്യാന്ന് പറയില്ലെന്ന്. സത്യം പറഞ്ഞ വയ്യാത്തോണ്ടാണ് വയ്യാന്ന് പറയണത്. ഇപ്പൊ നമ്മളൊരു വീഡിയോയിൽ വന്ന് ചുമക്കുമ്പോ നമ്മൾ അതിന്റെ റീസൺ എന്താന്ന് പറയണ്ടേ, അല്ലെങ്കിൽ ആൾക്കാർ വീഡിയോ ഇപ്പൊ ഈ ചുമക്ക് വീഡിയോ ഞാൻ കട്ട് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഫുൾ ടൈം കട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഇന്നാളെ ഒരു കമന്റ് കണ്ടു, കുഞ്ഞിന് വയ്യാണ്ട് കിടന്നിട്ട് വീഡിയോ എടുത്തു, റെസ്പെക്റ്റ് ചെയ്യണില്ല വീഡിയോ എടുക്കുന്ന പ്രേക്ഷകരായി കാണുന്നത്. നമ്മൾ വയ്യാത്തപ്പോൾ നമ്മൾ നമ്മുടെ സ്നേഹിക്കുന്നവരോട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറയുന്നതാണ്. അത് നമുക്ക് എഴുതിച്ചിരുന്നെടുക്കാനുള്ള ആരോഗ്യം അപ്പം ഇല്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ കിടന്നെടുത്തത്, അല്ലാണ്ട് ആരെയും റെസ്പെക്റ്റ് ചെയ്യാണ്ടോ ഒന്നുമല്ല. ഇപ്പം നമ്മുടെ ഒരു സിനിമയിലൊരു ഭാഗം ഉണ്ടാവില്ല, ഇപ്പം കിടന്നിട്ട് അത് നമ്മൾ കാണുന്നത് റെസ്പെക്റ്റ് ചെയ്യാണ്ടല്ലോ. അതേപോലെ നമ്മൾ എന്തെടുക്കുമ്പോഴും നമ്മൾ ഇപ്പം ക്ഷീണം കൊണ്ട് വയ്യാണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്തായാലും എഴുതിച്ചിരുന്ന് ഉഷാറായി നിൽക്കാൻ പറ്റൂല. അപ്പം അതുകൊണ്ടാണ് കിടന്ന് വീഡിയോ എടുത്തത്. പിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ടു, ഇതിട്ടു, അതിനൊക്കെ കുറ്റുണ്ടാവും. ലിപ്സ്റ്റിക്ക് ഒന്നാമത്തെ ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ അത്രയും ആവശ്യത ലുക്കായപ്പോൾ ഇത്തിരി ഇട്ടതാണ്. പിന്നെ പിറ്റേ ദിവസം നമ്മുടെ കയ്യിലൊന്നും ഉണ്ടായില്ല, പിറ്റേ ദിവസമൊക്കെ അതിങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഐഫോണിൽ എടുക്കണം, അപ്പം അതിൻ്റെതായ ഫിൽറ്ററും വെളിച്ചമൊക്കെ കൂടുമ്പോൾ ഒരുങ്ങി പോയ പോലെ തോന്നണതാണ്. സത്യം പറഞ്ഞ ഒരുങ്ങാനുള്ള നേരം പോലും മുടി തന്നെ അമ്മ വന്നിട്ട് എനിക്ക് ഈരി എന്നിട്ട് എണ്ണ കൊണ്ട് സാധനം തേച്ചിട്ട് ഈ ഒതുക്കിയെന്ന് ഇങ്ങനെ ഇരുന്നിരുന്നു എൻ്റെ മുടി തന്നെ. എന്നുവെച്ചാൽ വയ്യ നമുക്ക്. അപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിലും അവിടെ എത്രയും അത്യാവശ്യം ആൾക്കാരുണ്ടാവുന്നതാണ്. നമ്മൾ കുറച്ച് വൃത്തിയിൽ പോകേണ്ട വെച്ചിട്ടാ. ഇപ്പം എവിടുന്ന കയറി പൂച്ച എല്ലാം ഗേറ്റടച്ചിട്ട് അപ്പോൾ അങ്ങനെ ഒരു വൃത്തിയിൽ പോയി എന്നുള്ളൂ കേട്ടാ. ഈ കമൻസിന് റിപ്ലൈ കൊടുക്കുന്നത് വേറെ ഒന്നുമല്ല, നമുക്ക് ഇങ്ങനത്തെ കമൻസിന് ടൈപ്പ് ചെയ്ത് റിപ്ലൈ കൊടുക്കാൻ തോന്നില്ല. അതുകൊണ്ടാണ് വീഡിയോയിൽ വന്ന് പറയണത്. എപ്പോഴും വയ്യായി എന്ന് പറയാനല്ലോ എന്ന് പറഞ്ഞാല് പിന്നെ വയ്യായികയാണ്. ഈ മാസം എന്താണ് ഹോസ്പിറ്റലിൽ കാണുന്നത്? സത്യം പറഞ്ഞ ഞങ്ങൾ ഹോസ്പിറ്റൽ ബില്ല് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണണമെങ്കിൽ ഇപ്പോൾ അത്യാവശ്യമുണ്ട്. ഈ മാസം എന്നല്ല, കഴിഞ്ഞ മാസം തൊട്ട് തന്നെ പകുതി തൊട്ട് ഇരിക്കുകയാണ്. പിന്നെ ഒന്നാമത്തെ പ്രഗ്നന്റ് ആയിരിക്കണം എനിക്ക് ഈ ഒരു 10 മാസം പ്രസവിക്കണ വരെ ഓരോ പ്രത്യേക അസുഖങ്ങൾ ഉണ്ടാവും കേട്ടോ. ഓരോ ദിവസം ഇരിക്കുമ്പോൾ ഓരോ പ്രത്യേകത. അതിപ്പോൾ നമ്മൾ ഒരാഴ്ച പോണതിനനുസരിച്ചാന്ന് തോന്നുന്നു. ഇപ്പം ഞാൻ ഈ നെറ്റിലൊക്കെ ഇങ്ങനെ ഒരാഴ്ചയിലത്തെ ഇത് കേൾക്കും, ഈ ആഴ്ച എന്താ പ്രത്യേകത അങ്ങനെ എന്താ കേൾക്കുമ്പോൾ തന്നെ ഒരാഴ്ചയിൽ ഇന്നലെ നെഞ്ചരിച്ചിലും തലവേദനയായിരുന്നു, ഇന്നത് വേറെ രീതിയിലാവും. അപ്പം അങ്ങനത്തെ നമുക്ക് ക്ഷീണവും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ വീഡിയോയിൽ ഓട്ടോമാറ്റിക്കലി ഇല്ല കാര്യം പറയണമെന്നുള്ളു. ഇപ്പോഴും എൻ്റെ ആയാലും ഏട്ടൻ്റെ ആയാലും സൗണ്ട് ഒന്നും ശരിയായിട്ടില്ല. ഏട്ടൻ എനിക്ക് തോന്നുന്നത് 67-68 കിലോ ഉണ്ടായിരുന്ന ഒരാളാണ് വെയിറ്റ്. ഇപ്പം ഏട്ടൻ 65 എന്താ വെച്ചാൽ വേറെ ഒന്നുമില്ല, കഫക്കെട്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, കഴിക്കുന്നതൊക്കെ ഛർദ്ദിച്ച് പോവാണ്. അത് അപ്പം നമുക്ക് അത്രയും വയ്യാത്തോണ്ടാണ് നമ്മൾ വീഡിയോയിൽ വന്ന് പറയണത്. അത്
പക്ഷെ നമ്മളെ നല്ല രീതിയിൽ കേൾക്കുന്നവരുണ്ട് കേട്ടോ നമ്മളോട്. ചിലവർക്ക് ഇങ്ങനെ എന്ത് കണ്ടാലും കുറ്റം കമന്റ് ഇടണമെന്നുള്ളവരുണ്ടാവും. സമാധാനം ഉണ്ടാവില്ല. ചിലവരങ്ങനെയാണ് വീഡിയോ കാണുന്നത് എന്ത് കുറ്റം കമന്റ് ഇടുകയെന്ന് വെച്ചിട്ട്. ചില വീഡിയോസിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതിൽ കുറ്റങ്ങളൊന്നും കമന്റ് പ്രത്യേകിച്ച് ഇടാനില്ലെങ്കിൽ നമ്മൾ വേറെ പഴയത് എന്തെങ്കിലും കുറച്ചെറിഞ്ഞു വരും. നിങ്ങൾ അങ്ങോട്ട് പോയില്ലല്ലോ ഇങ്ങോട്ട് പോയില്ലല്ലോ അതിന് ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് വരും. ഇപ്പോൾ പൊന്നേച്ചി മിണ്ടില്ലേ എന്ന് വെച്ചിട്ട് വരുന്നുണ്ട്. ഞങ്ങൾ പൊന്നേച്ചിയുടെ അടുത്ത് പോകുന്നുണ്ട്, പൊന്നേച്ചി ഞങ്ങൾക്ക് വയ്യാണ്ടായി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ കാർത്തൂന് വയ്യാണ്ടായി ഒരു 2 ദിവസം മുന്നേ കാർത്തു ഹോസ്റ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പം ഞങ്ങൾ പോയിണ്ടായി കാണുന്നുണ്ട്, ഞങ്ങൾ വരുന്നുണ്ട്. നമ്മളെല്ലാം വീഡിയോ എടുക്കാൻ പറ്റുന്ന സമയങ്ങളല്ല, അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെയുള്ളൂ. ഇപ്പോൾ നമ്മൾ പോണ്ട് വരുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് കമന്റ് ഇടാൻ പറ്റിയില്ലെങ്കിൽ അത് വന്ന് കമന്റ് ഇടും. ചിലവരുടെ മൈൻഡാണത്, പറഞ്ഞിട്ട് കാര്യമില്ല. എന്നോട് എല്ലാവരും പറയുന്നുണ്ട് നെഗറ്റീവ് ഈ പ്രഗ്നൻസി ടൈമിൽ നെഗറ്റീവ് ഇങ്ങനെ എടുക്കണ്ടെന്ന്. പക്ഷെ ചില കമൻസ് കണ്ടാൽ നമുക്ക് വിഷമോ ദുഃഖമോ എന്നല്ല വരിക. എനിക്ക് ഈ കമൻസ് കണ്ടോണ്ട് ദുഃഖം വിഷമോ എന്നല്ല വരിക. റിപ്ലൈ ഒന്ന് കൊടുക്കണമെന്ന് തോന്നും. എന്താ വെച്ചാൽ ചോദിക്കുന്നതിന് മറുപടി പറയണ്ടേ, നമ്മുടെ ഉത്തരവാദിത്തല്ലേ നമ്മളോട് ചോദിക്കുമ്പോൾ. അല്ല എനിക്കറിയാം സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ നല്ല കമൻറ്റ് മാത്രമല്ല വരിക. പക്ഷെ ചില കമൻസ് ഇടുമ്പോ അതിനൊരു ലോജിക്ക് ഉണ്ടാവില്ല. വയ്യാന്ന് പറയരുത്, നമുക്ക് വയ്യാത്തോണ്ടാണ് പറയുന്നത്. വീഡിയോയില് ജോലിയുടെ കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാം കാണിച്ചിട്ട് ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടാവില്ല. ചിലപ്പോ പകുതി ഒരു 5 മിനിറ്റ് കണ്ടിട്ട് വന്നിട്ട് പറയും ചെക്കൻ്റെ ജോലിക്ക് വേണില്ല. അത് കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇന്നാളത്തെ വീഡിയോയില് ഏട്ടന്റെ ജോലിനെ കുറിച്ചിട്ടും ഏട്ടന്റെ ഷോപ്പിനെ കുറിച്ചിട്ടും ഒക്കെ വ്യക്തമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്താ ചെക്കന് ജോലിയില്ലേ, കുഞ്ഞന്റെ ചെക്കൻ എപ്പോഴും വീട്ടിലിരിപ്പാണോ, ജോലി ഉള്ളപ്പോ നമ്മൾ വീഡിയോ എടുക്കുന്നില്ല എന്ന് നമ്മൾ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഫുള്ളും കാണാനുള്ള ക്ഷമ പോലും ഇല്ല. അതിന്റെ ഇടയിൽ എന്തെങ്കിലും കുറ്റം പറയണ്ടേന്ന് വെച്ചിട്ട് കമന്റ് ഇടുന്നവരാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ജോലിക്ക് പോവാതെ എങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കുക? അങ്ങനെ ജീവിക്കുക അതെനിക്കറിയാത്ത. ജോലിക്ക് ഇപ്പൊ യൂട്യൂബ് ഞങ്ങൾക്കുണ്ട്, പക്ഷെ യൂട്യൂബിൽ നിന്ന് വരുന്നതിനും നമുക്കൊരു പരിധിയുണ്ട്. നമുക്കല്ലാത്തതും തികയുന്നതും എല്ലാ മാസം ചിലപ്പോൾ വലിയ. ഇപ്പം ഞാൻ പ്രഗ്നന്റ് ആയതിൻ്റെ ശേഷം എല്ലാ മാസവും 3 or 4 വീഡിയോ ഉണ്ട്. അപ്പം അതിനുള്ള എമൗണ്ട് ഇപ്പം ഞങ്ങൾക്ക് കിട്ടുള്ളൂ. വീഡിയോസ് ഇടുന്നതിനനുസരിച്ച് എമൗണ്ട് മാറും. യൂട്യൂബ് മാത്രം വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. ഇപ്പം അമ്മ അച്ഛൻ ജീവിക്കാനുള്ള അവരുടെ ഷോപ്പുണ്ട്, യൂട്യൂബുണ്ട്. നമ്മൾ ഈ ബിസിനസ്സിൻ്റെ ഇടയിൽ നമുക്ക് യൂട്യൂബിൽ നിന്നുള്ള ഇങ്ങനെ ഒരു ഇത് കിട്ടിയ കാരണം നമ്മളത് കൊണ്ട് നടക്കുന്നു. ഇപ്പം എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് നല്ല ജോലിയുടെ ഇടയിൽ യൂട്യൂബ് കൊണ്ട് നടക്കുന്നത്. അത് വേറെ ഒന്നുമില്ല, നമുക്ക് എക്സ്ട്രാ ഒരു എമൗണ്ട് കിട്ടുന്നത് ആർക്കും ഇഷ്ടമല്ലാണ്ട് ഇരിക്കില്ല. അതുകൊണ്ട് തന്നെ ഏട്ടന് ജോലിയില്ല എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. കമന്റ്സ് ഇടുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിച്ചിട്ടോ നമ്മളെ കുറിച്ച് അറിഞ്ഞിട്ടോ ഇടട്ടെ ഇങ്ങനത്തെ ഈ ജോലിയുടെ കാര്യങ്ങളൊക്കെ. സ്വന്തമായിട്ട് അവിടെ ഒരു ഷോപ്പുള്ള ഒരാളിനെ എന്തുകൊണ്ടാ പറയണതല്ലേ, മാസം റെന്റ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, ഷോപ്പിന് സ്റ്റാഫിന് കാശ് കൊടുക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട് ബിൽഡിംഗ് ഓണറല്ലേ. അപ്പൊ നമ്മൾക്ക് ഒരു ഷോപ്പ് ഉണ്ട്. നമ്മൾ എന്തിനാ തോണ പറയേണ്ട ആവശ്യം? നമ്മൾക്ക് ഷോപ്പുണ്ട്. നമ്മള് ഇപ്പൊ കുറച്ച് നാളായിട്ട് നമുക്ക് ഷോപ്പിൽ പോകാൻ പറ്റാറില്ല, പക്ഷെ അവിടെ നമുക്ക് സ്റ്റാഫ് ഉണ്ട്. നമ്മളെല്ലാം കാര്യങ്ങളും അവിടെ കൃത്യമായി നടക്കുന്നുണ്ട്. പക്ഷെ ഏട്ടൻ ഈ വെഡിങ് വർക്കും കാര്യങ്ങൾക്കും ഒക്കെ ഏട്ടൻ എത്തുന്നുണ്ട്. എന്നാൽ ചേട്ടൻ എത്തിയേ പറ്റൂ, അതുകൊണ്ട് ഏട്ടൻ എത്തുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ഇപ്പൊ ടെൻഷൻ ഉണ്ടായിരുന്നു വെച്ചാൽ വയ്യാണ്ടിരിക്കുമ്പോൾ നല്ല വർക്ക് വന്ന് എങ്ങനെ പോകുന്നായിരുന്നു. ഞാൻ ചേട്ടൻ്റെ വർക്കിന് ഏട്ടൻ തന്നെ പോകണം. ഇപ്പൊ ചില ഒരു പരിപാടിക്ക് വിളിക്കുമ്പോൾ പറയും ഇന്ന് ചേട്ടന് ഒഴിവുണ്ട്, ചേട്ടൻ വരുന്നുണ്ടെങ്കിൽ ഞാൻ ബുക്ക് ചെയ്യാന്ന് പറയും. നമ്മൾ വേറെ സ്റ്റാഫിനെ വിടാന്ന് പറഞ്ഞാലും ചേട്ടൻ വരുന്നുണ്ടെങ്കിൽ ഞാൻ ബുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടും നമുക്ക് പോണ വർക്കുകളുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പിന്നെ എല്ലാവർക്കും ആലോചിച്ചറിയാം, ഇപ്പൊ കർക്കിടക മാസമാണ്, കല്യാണങ്ങൾ ഉണ്ടാവില്ല. അങ്ങനത്തെ സമയത്തൊക്കെ നമുക്ക് സീസൺ ഓഫും പിന്നെ നമ്മൾ വേറെ ആഡ് ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മുടെ ജോബ് കൊണ്ടുപോകുക. അപ്പം അതിൻ്റെതായ ചിലപ്പോൾ കുറച്ച് ദിവസം നമ്മൾ ഫ്രീ ആയിരിക്കും. അങ്ങനെ അല്ലാത്ത സമയത്ത് സീസണായ ചിങ്ങമായ ഞായറാഴ്ച ദിവസം നേട്ടനെ കാണാൻ തന്നെ കിട്ടാറില്ല എനിക്ക്. ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് പറയും എല്ലാരും ഞായറാഴ്ചയല്ലേ കറങ്ങാൻ പോകും, നമുക്ക് ഈ ഞായറാഴ്ചക്ക് കല്യാണ ക്ഷണത്തൊക്കെ ഉണ്ടാവുക. ഏട്ടനെയും കൊണ്ട് പോലും നടക്കൂല. ഇപ്പൊ എന്റെ ഫ്രണ്ട്സിന്റെ ഇപ്പൊ കാവ്യ എൻഗേജ്മെന്റ് ആണെന്ന് തോന്നുന്നല്ലേ, ഒന്നും പോകാൻ പറ്റില്ല. നമുക്ക് എന്താ വെച്ചാൽ ഞായറാഴ്ച ദിവസം ഏട്ടന് വർക്ക് ഉണ്ടാവും, ഏട്ടൻ പോവും. നമുക്ക് വർക്ക് ഇമ്പോർട്ടന്റ് ആണല്ലോ, വർക്കിന് പോണ്ടേ. അപ്പൊ ഞായറാഴ്ച ദിവസം നമുക്ക് പോവാൻ പറ്റില്ല. ഒരു കല്യാണോ വല്ല ഫങ്ഷൻസ് ഞായറാഴ്ച പോകാൻ പറ്റില്ല.
അതങ്ങനെയാണ് നമുക്ക് ഞായറാഴ്ച ദിവസം വിളിക്കും വൈഫിനായിട്ട് പാടുന്ന പറയാം. അന്നത്തെ ദിവസം വർക്കായിരിക്കും, നല്ല മുഹൂർത്തമുള്ള ടൈമാണ്. എന്നുവെച്ചാ അങ്ങനെയാണ്. ഇപ്പൊ ഏട്ടന്റെ ഫ്രണ്ട്സ് തന്നെ വർക്ക് ഏട്ടനോട് എടുക്കാൻ പറയുമ്പോ ഞാൻ എൻഗേജ്മെന്റ് ഏട്ടന്റെ ഒരു കൂട്ടുകാരന്റെ ഏട്ടൻ തന്നെ പോയി എടുക്കുകയും ചെയ്തത്. പക്ഷെ ഞാൻ പറഞ്ഞു കല്യാണം ഏട്ടൻ എടുക്കലേട്ടാന്ന്. ഏട്ടൻ എടുക്കുകയാണെങ്കിൽ എന്നെ വിളിക്കും വൈഫിനും കൊണ്ടുപോട്ടാന്ന്. പക്ഷെ ഈ വീഡിയോ എടുക്കുന്ന ആളുടെ കൂടെ ഞാൻ ഇങ്ങനെ പോവും. ഏട്ടൻ ഫുൾ ടൈമും സ്റ്റേജിന്റെ മുന്നിലാവും. ഞാൻ അവിടെ ഒറ്റയ്ക്ക് എനിക്ക് പരിചയമില്ലാത്തവരുടെ അടുത്ത് ഇരിക്കേണ്ടതെന്ന് വെച്ചിട്ട് ഏട്ടന്റെ ഫ്രണ്ട്സിന്റെ ഒരു കല്യാണത്തിന് എനിക്ക് പോകാൻ പോലും പറ്റാറില്ല. ഫ്രണ്ട്സൊക്കെ ഏട്ടന് വർക്ക് കൊടുക്കും. അപ്പൊ ഏട്ടൻ വർക്കായിട്ട് കൂടും അവരുടെ പരിപാടിക്ക്. എനിക്ക് പക്ഷെ പോവാനേ പറ്റാറില്ല. ഇന്ന് വരെ ഞാൻ ഏട്ടന്റെ ഒരു ഫ്രണ്ട്സിന്റെ കല്യാണത്തിന് പോയി വന്നിട്ടുണ്ട് കൂടെ. അല്ല ഇല്ലോരുടെ ഇപ്പൊ വിഷ്ണുവിന്റെ എൻഗേജ്മെന്റിന് എനിക്ക് കൂടാൻ പറ്റിയില്ല. ഞാനിവിടെ ഉണ്ടായി. എന്റെ വീടിന്റെ തൊട്ട് അടുത്താ. എനിക്കിവിടെ ഉണ്ടായി വീട്ടിലുണ്ട്. പക്ഷെ എനിക്ക് പോകാൻ പറ്റില്ല. പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ ബോറടിച്ചിരിക്കേണ്ടി വരും ഇത്രയും നേരം. എന്ന് വെച്ചാൽ പരിപാടിക്ക് പോയി വരുന്ന പോലെ ടൈം അല്ലല്ലോ. ഏട്ടൻ അവിടെ കഴിയണ വരെ നിൽക്കണം. അപ്പോൾ കല്യാണത്തിന് ഞാൻ പറഞ്ഞതാണ് ഏട്ടാ കല്യാണത്തിന് നമുക്ക് വീഡിയോഗ്രാഫറിനെ വേറെ ഏൽപ്പിക്കാം, നമ്മുടെ സ്റ്റാഫിനെ തന്നെ വിട്ടാൽ ഏട്ടൻ്റെ കൂടെ പോരെന്ന്. പക്ഷേ എന്തായാലും അതും നടക്കില്ല. അപ്പോഴേക്കും ഉണ്ണി നമ്മളെ പ്ലാൻ തെറ്റിച്ച് ഏകദേശം നമ്മളെ പ്രസവ സമയത്തായിരിക്കും. എന്നാലും പെറ്റാണ് ഞാൻ കൂട്ടാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. എന്താ വെച്ചാൽ അവരുടെ വീട്ടിലായിട്ട് ഞാൻ പോയിട്ട് കമ്പനിയൊക്കെ ഉള്ളതാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞത് വേറെ ഒന്നല്ല ഏട്ടാ. അപ്പം നമ്മുടെ വർക്കിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്. പിന്നെ ഏട്ടൻ വർക്കിന് പോകുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാറില്ല. എനിക്ക് ഭയങ്കര മടി ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുക. ഏട്ടൻ ഇടയ്ക്ക് പറയാറുണ്ട് നീ ഞാൻ വർക്കിന് പോകുമ്പോൾ ഡാമ ലൈഫൊക്കെ എടുത്തുവിടുന്നു. പക്ഷെ എനിക്ക് നല്ല മടിയാണ്, ഞാൻ എടുക്കില്ല. എന്താ പൂർത്തീകരിക്കില്ല. ആദ്യത്തെ വീഡിയോസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ആദ്യത്തേലൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവും ഏട്ടൻ വർക്കിന് പോകുന്നത്. ഇപ്പോൾ ഞാൻ ഒട്ടും എടുക്കാറില്ല ഏട്ടാ ഒറ്റയ്ക്കൊന്നും. അതാണ് സംഭവം. അപ്പം ജോലി ഇല്ലായ്മയൊന്നും ഇല്ല. ഞാൻ പറയാണ് ഈ കമന്റ് ഇടുമ്പോൾ ഒന്ന് ചിന്തിച്ചാൽ മതി. ജോലി ഇല്ലാണ്ട് ഒരു മനുഷ്യനും ജീവിക്കാൻ ഈ ലോകത്ത് പറ്റില്ല, പ്രത്യേകിച്ച് ഇപ്പത്തെ കാലഘട്ടത്തില്. ഒരു ദിവസം വീട്ടിലിരുന്ന് ജീവിക്കണമെങ്കിൽ വേണമെങ്കിൽ 1000 രൂപ. വേറെ ഒന്നല്ല, ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടാവും, എന്തെങ്കിലും ഡ്രസ്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ചിലവ് വരും. പിന്നെ വല്ല കുറിയോ വീട്ടിലേക്ക് ചിലവായിട്ട് തന്നെ വരും. നമുക്കെല്ലാം ഇവർക്കും ഇപ്പൊ വീട്ടില് ഒരു സിനിമ കാണാൻ പോയി തന്നെ 1500-2000 രൂപ വേണം എല്ലാവർക്കും കൂടി പോയി വരണമെങ്കിൽ. അപ്പൊ അതേപോലെ തന്നെ എല്ലാത്തിനും കാശ് വേണ്ടേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. പിന്നെ അടുത്ത ആഴ്ച നമുക്കൊരു സന്തോഷമുള്ള ഒരു വീഡിയോ ആയിരിക്കില്ലേ. ഈ അസുഖങ്ങളൊന്നൊക്കെ മാറി ചിലപ്പോൾ ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അടുത്ത ആഴ്ച. കുറെ പേർക്ക് അത് മനസ്സിലായിട്ടൊക്കെ ഉണ്ട്. നമ്മൾ അതിന് എടുത്ത് പറയുന്നില്ല. എന്താ വെച്ചാൽ നമുക്ക് എല്ലാം നടക്കട്ടെ, അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പറയാന്ന് വെച്ചിട്ടാണ്. പക്ഷെ കുറെ പേർക്ക് മനസ്സിലായിട്ടൊക്കെ ഉണ്ട്. കമന്റ്സ് ഒക്കെ ഇടുന്നുണ്ട്. നമ്മൾ നല്ല സ്നേഹിക്കുന്നവർക്ക് നമ്മളെ കുറിച്ച് അറിയാട്ടാ. അല്ല ഇതിൻ്റെ ഇടയിൽ നല്ല കമന്റ് ഇടുന്നവരും എന്നോട് ശ്രദ്ധിക്കാൻ പറയണവരും കുഞ്ഞാ നന്നായി ഫുഡ് കഴിച്ചോളന്നൊക്കെ പറയണുണ്ട്. അതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. നല്ല സന്തോഷമുണ്ട് അല്ലേ. ഇന്നാളിട്ട വീഡിയോസിൽ ഫുള്ളും ചിലപ്പോ ആൺകുട്ടിയായിരിക്കും, അതായിരിക്കും വയറില്ലാത്തതെന്നൊക്കെ പറയണ്ടായി. ഉണ്ണിക്കണ്ണനായിരിക്കും, അറിയില്ല. 5 മാസം ഔട്ട് അടുത്ത ആഴ്ച, പക്ഷെ വയറില്ല. എന്നോട് എന്നാളത്തെ വീഡിയോയിൽ കമന്റ് വന്നിട്ടുണ്ടായി എത്ര വീക്കായിരുന്നു. ഞാൻ പറയുന്നുണ്ടായി ചിലപ്പോൾ ഇടയിലായിട്ട് ശ്രദ്ധിക്കാത്ത. ഇപ്പൊ 17 ആഴ്ചയായി. ആഴ്ചകൾ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ വയറിനൊരു മാറ്റം ഇല്ലാട്ട് ഇതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. സ്കാൻ ചെയ്യുമ്പോ ആൾക്ക് ഒരു വെയിറ്റിനും കുറവില്ല, ഒന്നിനും കുറവില്ല. ആൾക്കുള്ള വളർച്ചയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആൾ ഓക്കെ ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്, നല്ല ആക്റ്റീവുമാണ്. പക്ഷെ പുറത്തേക്ക് വരും കാണുന്നില്ല. ഞാൻ ചിന്തിക്കുന്നുണ്ട് ഇപ്പൊ അവക്കാടോ അത്രയൊക്കെ ആയെന്ന് പറയുന്നുണ്ട്. എങ്ങനെ ഒരു അവക്കാടോ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കണേന്ന് എനിക്കറിയില്ല. ഇപ്പൊ എൻ്റെ ഒപ്പം പ്രഗ്നന്റ് ആയി എല്ലാവർക്കും വയറായി, എനിക്ക് മാത്രം ആവണില്ല. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇതേപോലെ കമന്റ് ചിലപ്പോൾ വരും കുഞ്ഞ നുണ പറയാണ് പ്രഗ്നന്റ് ആണെന്ന്. വയറില്ല, കുറ്റം പറയാൻ പറ്റില്ല ചോദിക്കണവരോട്. എന്താ വെച്ചാൽ വയറില്ല. എനിക്ക് തന്നെ ചില നേരത്തെ വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ പ്രഗ്നന്റ് ആണെന്ന്. ഏട്ടൻ പറയും ഞാൻ ശ്രദ്ധിക്കാണ്ട് ചില നേരത്ത് നിലത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കും. പക്ഷെ വയറുണ്ടെങ്കിലാണ് നമുക്കൊരു പ്രഗ്നന്റ് ആന്നുള്ള ചിന്ത എപ്പോഴും ഉണ്ടാവുള്ളൂ. ഇത് ഇടയ്ക്ക് മറന്നു പോകും, കെടുക്കുമ്പോഴും ഇടയ്ക്ക് മറന്നു പോകും. ഞാൻ ഏട്ടനോട് പറയണ്ടേ വരുമായിരിക്കും വയർ. 5 മാസം ആവാറല്ലേ, 4 മാസം കഴിഞ്ഞു. ഇപ്പം ഈ 4-ാം മാസത്തെ ലാസ്റ്റ് വീക്കാണ്. ഞാൻ 5-ാം മാസം സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ എൻ്റെ പ്രതീക്ഷയിലൊക്കെ 5-ാം മാസം ആകുമ്പോൾ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഒരു വയറൊക്കെ ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചത്. അല്ല പ്രഗ്നന്റ് ആയി നമ്മൾ ആദ്യം വിചാരിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള മാറ്റം വയറ് കാര്യങ്ങളൊക്കെയാണല്ലോ. അത് പക്ഷെ എന്തോ എൻ്റെ കാര്യത്തിൽ അങ്ങനെ നടക്കുന്നില്ല. പൊന്നേച്ചിക്കൊക്കെ 5 മാസം ആകുമ്പോൾ കുഴപ്പമില്ലാണ്ട് വയറുണ്ടായി. അറിയില്ല. പക്ഷെ ഞാൻ ഇപ്പൊ ഇൻസ്റ്റയിലൊക്കെ കാണുമ്പോൾ ആൺകുട്ടികളെ ഗർഭിണിയായിരിക്കുന്ന അമ്മമാർക്കൊക്കെ നല്ല വയറുള്ള ചേച്ചിമാരുണ്ട്.
അപ്പൊ എന്തുകൊണ്ടാണെന്നറിയില്ല, ചിലപ്പോൾ എൻ്റെ ശരീരപ്രകൃതി കൊണ്ടായിരിക്കാം, വരികയായിരിക്കും അല്ലേ, എന്താന്നറിയില്ല കേട്ടോ. നമുക്കൊന്നും ഒന്നും പറയാറിയില്ല വയറെന്തില്ലാത്തത്. പിന്നെ ഡോക്ടേഴ്സൊക്കെ പറയുന്നത് ഉണ്ണി ഹെൽത്തി ആണെങ്കിൽ പിന്നെ വയറില്ലെങ്കിലും പേടിക്കണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊരു സമാധാനം. എന്തായാലും ഞാൻ കേട്ടിട്ട് പറയാം, നമുക്കൊന്ന് സ്കാൻ ചെയ്യാൻ പോയില്ല, അതിൻ്റെ ഉള്ളിൽ ഉണ്ടോന്ന് അറിയാം. വയറേ ഇല്ല. ഇപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെയിറ്റ് നോക്കുന്നുണ്ട്, വെയിറ്റും കൂടണമൊന്നും കാണാനില്ല, കുറയുന്നില്ല കൂടുതലില്ല, അതേപോലെ നിൽക്കുന്നുണ്ട്. കുടിക്കിടക്ക് എന്നെ കളിയാക്കുന്നുണ്ട്. കുഞ്ഞേച്ചിക്ക് മാത്രം വയറെന്താ, കുണിക്ക് വിഷമാണ് കേട്ടോ, കളിയാക്കല്ല, കുണിക്ക് ഭയങ്കര വിഷമം വയറില്ലാത്ത. കുണിക്ക് ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ പോയി പറയും, കുഞ്ഞിനെന്താ വയറ് വരാത്ത, കുട്ടിക്ക് ഇങ്ങനെ വയറൊക്കെ ആയി കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഇനി ഞാൻ ഉച്ചത്തെ ചോറുണ്ടാണ് കേട്ടോ, വെച്ചിട്ടുണ്ട്. ഏട്ടൻ പിന്നെ ഫുഡ് അടി ഇല്ലാത്തോണ്ട് ഏട്ടന് കൊടുക്കും. ഇപ്പൊ ഇന്നലെ വീഡിയോയിൽ എന്നെ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോ കണ്ണിമാങ്ങച്ചാറും സലാഡും കൂട്ടിയിട്ടാണ് ഏട്ടൻ കഴിച്ച്, കറിയൊന്നും ഇല്ലാണ്ടല്ല. ഞാൻ അങ്ങനെ കമന്റ് ഇടണ്ട, പരിപ്പ് കറിയും ചിക്കൻ കറിയൊക്കെ ഉണ്ട്. പക്ഷെ ഏട്ടനൊരു ഫുഡിന്റെ മസാല ഒന്നും പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അതൊക്കെ തോന്നുന്നു ഈ സമയത്താന്ന് തോന്നുന്നു. ഇപ്പൊ കാർത്തുമ്പിക്കും പനി മാറിയിട്ടില്ല, ഇപ്പൊ വരുന്ന പനിയൊക്കെ 5-6 ദിവസമാണ്. എന്താന്നറിയില്ല. ഇപ്പൊ ഏട്ടന് ഒരാഴ്ച ഈ കഫക്കെട്ടും ഇതൊന്നും മാറുന്നില്ല. പനിക്കണില്ല, പക്ഷെ കഫക്കെട്ട് മാറുന്നില്ല. കാർത്തൂനാണെങ്കിൽ 4 ദിവസമായിട്ട് പനിയുണ്ട്. അതാ ഞാൻ പറയുന്നു, ഉഷാറായി വേണമെങ്കിൽ വ്ളോഗൊക്കെ എടുത്ത് അങ്ങനെ നടക്കാൻ. കാരണം അല്ല, നമുക്ക് ഇങ്ങനെ സീസൺ ഓഫ് ആകുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാറുണ്ട് വ്ളോഗിങ്. പക്ഷെ നടക്കുന്നില്ല കേട്ടാ, ഇങ്ങോട്ട് നടക്കുന്നു വിചാരിക്കാം. ഇപ്പൊ പിന്നെ ഞാനൊന്നും ഉഷാറായിട്ടുണ്ട്, പക്ഷെ ഏട്ടന് ഉഷാറാവാറായിട്ടില്ല. ഞാൻ പിന്നെ ഒന്ന് എഞ്ച് നടക്കാനും ഛർദിയുടെ ഒക്കെ ഒന്ന് കൺട്രോളായി വരുന്നുണ്ട്. പക്ഷെ ഈ പറയാൻ പേടിയാട്ടാ. ഇന്നാളത്തെ ലാസ്റ്റ് വീഡിയോയിൽ അത് പറഞ്ഞു വരുമ്പോഴേക്കും പിറ്റേ ദിവസം അസുഖം വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. നമുക്കൊന്നും നമ്മുടെ ജീവിതം മുൻകൂട്ടി പറയാൻ പറ്റില്ല. ജീവിതം എല്ലാം മൊത്തത്തിൽ അങ്ങനെയാണ്, ഒന്നും മുൻകൂട്ടി പറയാൻ പറ്റില്ല. ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ലൈഫിൽ എല്ലാം നമ്മുടെ യൂട്യൂബിൽ കാണുന്നുണ്ട്, നമ്മൾ ഇട്ടാണ്ടായാലും കുറേ കാണുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ലൈഫിൽ വന്നു പോണ സാഹചര്യങ്ങളായിരിക്കും. എക്സ്പെക്ടേഷൻ കൊടുക്കരുത്. ഒന്നിനും ഞങ്ങള് കൊടുത്തിരുന്ന ആൾക്കാര് ഞങ്ങള് ഇപ്പൊ 2 മാസമായിട്ട് ഒന്നിനും കൊടുക്കണ്ട തീരുമാനിച്ചു. എന്താ വെച്ചാ നമ്മുടെ ലൈഫില് എല്ലാ കാര്യങ്ങളും അങ്ങനെ നടന്നിരിക്കണേ, ഒന്നും ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ നടന്നാണ്. ഒക്കെ വേറെ 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 രീതിയിലാണ്. പിന്നെ ഒന്നിനും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, ഒക്കെ വേറെടുത്ത് വെച്ച് കാണാം അല്ലേ. പിന്നെ ഇന്നത്തെ ഡേമൈ ലൈഫ് കൂടി എടുക്കാലോ നമുക്ക്, കുറച്ചും കൂടി. ഇന്നലെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ ഡേമൈ ലൈഫിൽ? അപ്പൊ പെറ്റാണെങ്കിൽ ഇന്നത്തെ കൂടി കുറച്ചും കൂടി ആഡ് ചെയ്യാട്ടോ, ഫുഡ് കഴിക്കണം കാര്യങ്ങളൊക്കെ. എൻ്റെ ഡെയിലി റൊട്ടീൻ എന്ന് പറഞ്ഞാൽ രാവിലെ എനിക്ക് ഫുഡ് കഴിക്കും, മരുന്ന് കഴിക്കൊക്കെ എടുക്കുക, ഫുഡ് കഴിക്കുക, മരുന്ന് കഴിക്കൊക്കെ എടുക്കുക, ഇത് തന്നെയുള്ളു. പിന്നെ പിള്ളേർ അങ്ങനെ വരണം, കുറച്ചൊന്ന് ആക്റ്റീവ് ആവണമെങ്കിൽ. പിള്ളേർ വന്നൊക്കെ എടുക്കാൻ സമയം തരില്ല. പിള്ളേർ വന്നാലും നമുക്ക് അത്ര രീതിയിലല്ല. അമ്മച്ചനും പുറത്ത് പോണോണ്ട് നമുക്ക് വേറെ അല്ല, അമ്മച്ചൻ കടയിൽ പോണോണ്ട് നമുക്ക് പിള്ളേർ ഇങ്ങനെ എടുത്തൊന്ന് കിടക്കാന്നുള്ളൂ. എൻ്റെ അടുത്ത് കിടക്കുന്നുണ്ടാവും, 3 ആൾക്കാരും കിടക്കുന്നുണ്ടാവുന്നുള്ളൂ. അല്ലാണ്ട് അവരായിട്ട് പുറത്ത് പോകാനുള്ള സാഹചര്യം ഇപ്പം ഇല്ല. ഇനി അടുത്ത ആഴ്ച പോകാൻ പറ്റുമെന്ന് ചോദിക്കാം അവരിനൊക്കെ ആയിട്ട്. നമുക്കും വിഷമ, പിള്ളേരിങ്ങനെ അച്ഛനമ്മയ്ക്ക് ഷോപ്പിൽ പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. പിള്ളേരിങ്ങനെ വന്ന് വീട്ടിലിരിക്കുമ്പോൾ ബോറടിക്കുമ്പോൾ നമുക്കും വിഷമ. ഇന്ന് ഞങ്ങള് ഫിലിമിന് ബുക്ക് ചെയ്തിട്ടുള്ളൂ, കുറേ നാൾക്ക് ശേഷം കാണാൻ പോയി. വിജയുടെ ലാസ്റ്റത്തെ പടം കാണാൻ വിചാരിച്ചു. കരയാണ്ടിരുന്ന മതി. അമ്മ തിയേറ്ററിൽ പോയി അമ്മയും മരുവനും മിക്കവാറും കരച്ചിലാവും. എന്നുവെച്ചാ അച്ഛനും ഞാനെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ആൾക്കാരല്ല ജീവിതത്തിൽ ഈ സിനിമയ്ക്ക് കാര്യങ്ങൾക്ക്. പക്ഷെ ഏട്ടനും അമ്മയ്ക്കൊക്കെ പറഞ്ഞാൽ തമിഴ് നടൻ വിജയ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കിടന്നു. എനിക്ക് ഇഷ്ടമാണ് ആളെ ഇതൊക്കെ കാണുന്നത് ഇഷ്ടമാണ്, പക്ഷെ കരയൊന്നുമില്ല. ചിലപ്പോൾ ഏട്ടൻ കിടന്ന് കരയും. സിനിമ നല്ലതല്ല എന്ന് പറയുന്നുണ്ട്, എന്നാലും നമ്മൾ ലാസ്റ്റത്തല്ലേ കാണണ്ടേന്ന് വെച്ചിട്ട് പോണതാട്ടെ. മിക്കവാറും ഞാൻ പോയപ്പോ ഫിലിമിനെ എൻജോയ് ചെയ്യാനൊന്നും പറ്റില്ല. കുറച്ചു നേരം ഇരിക്കുമ്പോൾ പുറം വേദനയും ബാക്ക് വേദന. ഫോണില് പിന്നെ സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്, സിനിമയുടെ കാര്യമാണ്. പോയിട്ട് കണ്ടിട്ട് വരാം. ഇന്നത്തെ മഴ എന്ന് വെച്ചാല് വെയിലുദിക്കും തോന്നണം, നേരത്തെ മഴ പെയ്യും. ചിലവര് പ്രതീക്ഷിക്കാണ്ട് കോട്ടയൊന്നും പിടിക്കാണ്ട് ഇറങ്ങില്ലേ, അപ്പൊ പെയ്യും മഴ, അങ്ങനത്തെ ഒരു മഴയാണ്. അപ്പം ഞാൻ ഫുഡ് കഴിക്കട്ടെ. ഞാൻ അധികം നേരം സംസാരിക്കാൻ വയ്യ, ഫുഡ് കഴിക്കണം, വിശക്കുണ്ട്. എപ്പോഴെങ്കിലും ഒരു വിശപ്പ് വരും, കഴിക്കാൻ പെട്ടെന്ന്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണാം.
ചോറുണ്ടായിരിക്കാൻ കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്നും പുറത്തിരുന്ന് കഴിക്കാന്ന് വെച്ചു. ഇന്നലെ പുറത്തിരുന്ന് കഴിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട്. അപ്പം ഇത്രയും വലിയ പ്ലേറ്റ് കണ്ടിട്ട് വേറെ ഒന്നും വിചാരിക്കണ്ട. കുറേ ചോറുണ്ട്, വേറെ ഒന്നുമില്ല. ഏട്ടൻ പറഞ്ഞിന്ന് എനിക്ക് തന്നെ കഴിക്കാൻ വയ്യ, വാരിത്തായോ എന്ന് പറഞ്ഞിട്ടാ. സാധാരണ എനിക്ക് വാരിത്തരാൻ പറയുന്ന അവസ്ഥയിൽ ഇപ്പം ഏട്ടൻ പറഞ്ഞു. ഏട്ടനാണെങ്കിൽ ചുമയുണ്ടൊന്നും കഴിക്കാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു അന്ന് വാരിത്തരാമെന്ന് പറഞ്ഞിട്ട് ഏട്ടനും എനിക്കും കൂടിയുള്ള ചോറാണ് കേട്ടോ എടുത്തത്. അപ്പം മുതിരുപ്പേരിയും കണ്ണിമാങ്ങ അച്ചാറും കൂട്ടിയിട്ടാണ് ഏട്ടന് കൊടുക്കണത്. പിന്നെ മാമ്പഴ പുളിശ്ശേരി ഉണ്ട്. അപ്പം ഏട്ടനോട് ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചത് വേറെ ഒന്നുമില്ല ഏട്ടാ. ഞാനാണെങ്കിൽ നല്ലോണം കറി കൂട്ടും, ഏട്ടനാകുമ്പോൾ കുറച്ച് ഉപ്പേരി കൂട്ടിയിട്ടാണ് കഴിക്കുക. അപ്പം അതുകൊണ്ടാണ് ഞാനങ്ങനെ ചോദിക്കുന്നത്. പിന്നെ മുതിരുപ്പേരി കൂട്ടി ഞാൻ കുറച്ച് കഴിച്ചാണ് കേട്ടോ. പ്രഗ്നൻ്റ് ആയതിന് ശേഷം മുതിരുപ്പേരി കഴിക്കരുതെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ മുതിരുപ്പേരി മണം കിട്ടിയപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വേറെ ഒന്നുമല്ല, എനിക്കും എൻ്റെ അച്ഛനൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ മുതിരുപ്പേരി. അപ്പം ഞാൻ കുറച്ചൊന്ന് കഴിച്ചു നോക്കിയല്ലോ, 2 വായ കഴിച്ചുള്ളൂ, പിന്നെ കഴിച്ചില്ല കേട്ടോ. പിന്നെ ഞങ്ങളിത് ആ സിറ്റൗട്ടിൽ തന്നെ തലോണം ഇട്ടൊന്ന് കിടന്നു, ഫാനിൻ്റെ കാറ്റൊക്കെ കൊണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബായ്.